മിഡിൽ ഈസ്റ്റിൽ ഡൊണാൾഡ് ട്രംപ് ഒമാനെയും ഇറാനെയും ഭീഷണിപ്പെടുത്തുമ്പോൾ അപ്പുറത്ത് ഇറാനെ തകർക്കാൻ ഐസിസ് ഭീകരരെ പാശ്ചാത്യ ശക്തികൾ രഹസ്യമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന റഷ്യയുടെ ഞെട്ടിക്കുന്ന ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇതിനിടയിൽ മുസ്ലിം രാജ്യങ്ങളെ ഇസ്രായേലുമായിട്ട് അടുപ്പിക്കാൻ അബ്രഹാം ആക്കോർഡ്സ് എന്ന വലിയ നയതന്ത്ര കെണിയുമായിട്ട് ട്രംപ് കളി തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ കടുത്ത യുദ്ധഭീതികൾക്കിടയിലും ബഹിരാകാശ ലോകത്ത് നിന്ന് നാസ ചന്ദ്രനിലൊരു പുതിയ മൂൺ ബേസ് നഗരം പണിയാനുള്ള മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ സ്വന്തം അൽഫോൻസോ കർഷകരെ വലിയ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് ജപ്പാൻ ഏർപ്പെടുത്തിയ പെട്ടെന്നുള്ള നിരോധനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളും നമുക്ക് പരിശോധിക്കാം. ജിയോ പൊളിറ്റിക്സും സയൻസും ബിസിനസ്സും നിറഞ്ഞ ഇന്നത്തെ ലോക എപ്പിസോഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വീണ്ടും വളരെ ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയേക്കാവുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പതിവ് ശൈലിയിലുള്ള ഭീഷണി മുഴക്കിക്കഴിഞ്ഞു. ഒന്നുകിൽ ഒതുങ്ങി ജീവിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കും. അത്ഭുതം എന്താണ് എന്ന് വെച്ചാൽ ഇത്തവണ ട്രംപ് ഈ ഭീഷണി മുഴക്കിയിരിക്കുന്നത് അമേരിക്കയുടെ അടുത്ത സൗഹൃദ രാജ്യങ്ങളിൽ ഒന്നായ ഒമാന് എതിരെയാണ്. അതേസമയം മറുവശത്ത് ഇറാനിലെ ചില പ്രധാന സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ട്രംപ് പറയുന്നു, ഈ ഡീൽ എനിക്ക് തൃപ്തികരമല്ലെങ്കിൽ ഞാൻ ആ ജോലി പൂർത്തിയാക്കും. എന്താണ് മിഡിൽ ഈസ്റ്റിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് സമാധാന ചർച്ചകൾക്കിടയിലും വീണ്ടും ബോംബുകൾ വീഴുന്നത്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ഒമാനെതിരെയുള്ള ട്രംപിന്റെ ആ ഒരു കടുത്ത പ്രസ്താവനയിലേക്ക് വരാം. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ക്യാബിനറ്റ് മീറ്റിംഗിലാണ് ട്രംപ് ഈ വിവാദ പരാമർശം നടത്തിയത്. ലോകത്തിലെ ഏറ്റവും സ്ട്രാറ്റജിക് ആയ കടൽപാതയാണ് ഹോർമുസ് കടലിടുക്ക്. ലോകത്തെ ആകെ കടൽമാർഗമുള്ള എണ്ണക്കടത്തിന്റെ കാൽഭാഗവും കടന്നു പോകുന്നത് ഇതിലൂടെയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനും ഒമാനും ചേർന്ന് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഒരു പ്രത്യേക ഫീസ് ഈടാക്കാൻ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ്. അതായത് ആ റൂട്ടിൽ ഒരു ജോയിന്റ് കൺട്രോൾ കൊണ്ടുവരാൻ ഒമാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് അമേരിക്കയെയും ട്രംപിനെയും അപ്പാടെ ചൊടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞത് ഇതാണ്: ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നു കിടക്കും. അതൊരു ഇന്റർനാഷണൽ വാട്ടർവേ ആണ്. അതിൽ ആർക്കും ഒരു കൺട്രോളും ഉണ്ടാകില്ല. ഞങ്ങൾ അത് വാച്ച് ചെയ്യും. ഒമാൻ മറ്റെല്ലാവരെയും പോലെ മര്യാദയ്ക്ക് പെരുമാറണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരെ തകർക്കേണ്ടി വരും. അവർക്കത് മനസ്സിലായിക്കോളും. ഇതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ മിഡിൽ ഈസ്റ്റിലെ ഏത് പ്രശ്നത്തിലും ഒരു മീഡിയേറ്റർ ആയിട്ട്, ഒരു സമാധാന ദൂതനായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. അമേരിക്കയുമായിട്ട് വലിയ ഡിഫൻസ് സഹകരണമുള്ള രാജ്യവും കൂടിയാണ്. എന്നിട്ട് പോലും ട്രംപ് പരസ്യമായി ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് മിഡിൽ ഈസ്റ്റ് നിരീക്ഷകരെ പോലും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ വശത്തേക്ക് വരാം. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ US-ഉം ഇസ്രായേലും ഇറാനിനെതിരെ നടത്തിയ ശക്തമായ വ്യോമാക്രമണത്തോടെയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. അതിനുശേഷം ഏപ്രിൽ 8-ന് ഒരു താൽക്കാലികമായിട്ടുള്ള സീസ് ഫയർ, വെടിനിർത്തൽ വന്നിരുന്നു. പാകിസ്ഥാന്റെ ഒക്കെ നേതൃത്വത്തിൽ ഒരു സമാധാന കരാറിനായിട്ട് ചർച്ചകൾ നടക്കുകയുമാണ്. എന്നാൽ ഈ ചർച്ചകൾ ഇപ്പോൾ പൂർണ്ണമായും വഴിമുട്ടി നിൽക്കുകയാണ്. ഈ ആഴ്ച ഇറാനിലെ ചില മിസൈൽ കേന്ദ്രങ്ങൾക്കും മൈൻ വിതറുന്ന ബോട്ടുകൾക്ക് നേരെയും അമേരിക്ക വീണ്ടും സ്വയരക്ഷാർത്ഥം എന്ന് പറഞ്ഞ് വ്യോമാക്രമണം നടത്തി. കരാർ ലംഘിച്ചു എന്ന് പറഞ്ഞ് ഇറാനും തിരിച്ചടിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഇറാൻ മുന്നോട്ട് വെച്ച ചില നിർദ്ദേശങ്ങളിൽ ട്രംപ് ഒട്ടും ഹാപ്പിയല്ല. ട്രംപ് പറഞ്ഞത്, ഇറാൻ ഒരു ഡീൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ ഓഫറിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഒന്നുകിൽ അവർ മര്യാദയ്ക്കുള്ള കരാറിന് വരണം, അല്ലെങ്കിൽ ഞാൻ ആ ജോലി പൂർത്തിയാക്കും. അതായത് ഇറാനെ സൈനികമായിട്ട് പൂർണ്ണമായി തകർക്കുമെന്നാണ് ട്രംപ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത പ്രതികരണങ്ങളാണ് വരുന്നത്. ഇറാന്റെ റെവല്യൂഷണറി ഗാർഡ് IRGC ഒഫീഷ്യലായ മുഹമ്മദ് അക്ബർസാദെ വ്യക്തമാക്കിയത്, ശത്രുക്കളുടെ ബലഹീനത കാരണം ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ സാധ്യത കുറവാണ് എന്നാണ്. എങ്കിലും തങ്ങളുടെ സൈന്യം ഫുൾ ലോഡഡ് ആയിട്ട് ഏത് ആക്രമണത്തെയും നേരിടാൻ കാത്തിരിക്കുകയാണ് എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തങ്ങളുടെ ഓർഡർ അനുസരിക്കുന്ന കപ്പലുകളെ മാത്രമേ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിടൂ എന്നും ഇറാന്റെ നേവി വാശി പിടിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇറാൻ സ്റ്റേറ്റ് TV ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അമേരിക്ക തങ്ങളുടെ നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കാമെന്നും സൈന്യത്തെ മാറ്റാമെന്നും സമ്മതിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ വൈറ്റ് ഹൌസ് ഇത് പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു. ഇതൊരു കള്ളക്കഥ മാത്രമാണ് എന്നാണ് US പറയുന്നത്. ചുരുക്കി പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഒരു സമാധാന കരാർ ഉണ്ടാകും, കടൽപാത വീണ്ടും തുറക്കുമെന്ന് കരുതി എണ്ണവില കുറഞ്ഞ ആശ്വാസത്തിലായിരുന്നു ലോകം. എന്നാൽ ട്രംപിന്റെ ഈ ഒരു പുതിയ ബ്ലോ അപ്പ് ഭീഷണിയും പുതിയ വ്യോമാക്രമണങ്ങളും കാര്യങ്ങൾ വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. ഒമാനെ പോലും ഭീഷണിപ്പെടുത്തുന്ന ട്രംപിന്റെ ഈ ഒരു പോക്ക് ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റിനെ തള്ളിവിടുമോ എന്ന് കണ്ടു തന്നെ അറിയണം.
മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ വക ഒരു വമ്പൻ നയതന്ത്ര ബോംബ് വീണിരിക്കുകയാണ്. ഇത്തവണ കളി അമേരിക്കയും ഇറാനും തമ്മിൽ മാത്രമല്ല, അതിന്റെ നടുവിലേക്ക് സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, എന്തിനേറെ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനെ വരെ ട്രംപ് വലിച്ചിഴച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു സമാധാന കരാർ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. എന്നാൽ ട്രംപ് ഇപ്പോൾ ഒരു പുതിയ നിബന്ധന വെച്ചിരിക്കുകയാണ്. ഇറാനുമായി ഞങ്ങൾ സമാധാനത്തിൽ ഒപ്പിടണമെങ്കിൽ നിങ്ങൾ ഗൾഫ് മുസ്ലിം രാജ്യങ്ങൾ ഒന്നിച്ചു വന്ന് ഇസ്രായേലിനെ അംഗീകരിക്കണം. അതെ, തന്റെ ആദ്യ ഭരണകാലത്തുണ്ടാക്കിയ ഏബ്രഹാം അക്കോർഡ്സ് എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഉടൻ ഒപ്പിടണമെന്നാണ് ട്രംപിന്റെ കർശനമായ വാശി. അവർ അതിന് ബാധ്യസ്ഥരാണ് എന്നാണ് ട്രംപ് ക്യാബിനറ്റ് മീറ്റിംഗിൽ പരസ്യമായിട്ട് പറഞ്ഞത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഏബ്രഹാം അക്കോർഡ്സ്? ട്രംപിന്റെ ഈ ഒരു ഭീഷണിയിൽ മുസ്ലിം രാജ്യങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്? പാകിസ്ഥാൻ ഇതിൽ എങ്ങനെയാണ് പെട്ടുപോയത്? പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ഏബ്രഹാം അക്കോർഡ്സ് എന്ന് മനസ്സിലാക്കാം. യഹൂദ, ക്രിസ്ത്യൻ, ഇസ്ലാം മതങ്ങളുടെ പൊതുപിതാവായ എബ്രഹാമിന്റെ പേരിനെ അടിസ്ഥാനമാക്കിയാണ് ട്രംപ് 2020 അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ ഇതിന് തുടക്കമിട്ടത്. ഇസ്രായേലും അറബ് മുസ്ലിം രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത അവസാനിപ്പിച്ച് നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. UAE, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നീ രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇതിൽ ഒപ്പുവെച്ച് ഇസ്രായേലുമായിട്ട് ബിസിനസ്സും നയതന്ത്ര ബന്ധവുമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായിരുന്നു ഇത്. ഇപ്പോൾ ഇറാന്റെ വിട്ടുവീഴ്ചകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെയും അതുപോലെ ക്യാബിനറ്റ് മീറ്റിംഗിലൂടെയും പുതിയൊരു കളി പുറത്തെടുത്തിരിക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, തുർക്കി, ഈജിപ്ത്, ജോർദാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് ഏബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിടണം. ട്രംപിന്റെ സ്പെഷ്യൽ എൻവോയ്മാരായ ജാരഡ് കുഷ്നറും സ്റ്റീവ് വിറ്റ്കോഫും ഇതിനായിട്ട് തിരക്കിട്ട ചർച്ചകളിലുമാണ്. ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞത് ഇതാണ്: അമേരിക്ക ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് മിഡിൽ ഈസ്റ്റ് പസിൽ ഒതുക്കി കൊണ്ടുവരുമ്പോൾ ഈ രാജ്യങ്ങൾ ഒപ്പിടാൻ ബാധ്യസ്ഥരാണ്. ഒന്നോ രണ്ടോ രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകാം, അത് ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഇത് സൈൻ ചെയ്യണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇല്ല എങ്കിൽ ഞങ്ങൾ ഈ ഇറാൻ പീസ് ഡീലിൽ നിന്ന് വരെ പിന്മാറും. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. പക്ഷെ ട്രംപ് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഗൾഫ് രാജ്യങ്ങൾ വലിയൊരു കെണിയിലാണ്, പ്രത്യേകിച്ചും സൗദി അറേബ്യ. സൗദിയുടെ നയം വളരെ വ്യക്തമാണ്. പലസ്തീൻ എന്നൊരു സ്വതന്ത്ര രാജ്യം യാഥാർത്ഥ്യമാകാതെ തങ്ങൾ ഇസ്രായേലിനെ ഔദ്യോഗികമായി അംഗീകരിക്കില്ല എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇനി ഖത്തർ ആകട്ടെ ഇസ്രായേൽ ഹമാസ് ചർച്ചകളിൽ ഒരു ന്യൂട്രൽ മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇസ്രായേലുമായിട്ട് കൈകോർക്കാൻ അവർക്ക് കടുത്ത രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇക്കൂട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായത് പാകിസ്ഥാനാണ്. ഈ US ഇറാൻ ചർച്ചകളിൽ മധ്യസ്ഥനായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. എന്നാൽ ട്രംപ് ഒപ്പിടാൻ ആവശ്യപ്പെട്ട മുസ്ലിം രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പാകിസ്ഥാനുമുണ്ട്. ഇവിടെയാണ് ആ ഒരു ട്വിസ്റ്റ്. ട്രംപിന്റെ ലിസ്റ്റ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ ഒരു പഴയ TV ഇന്റർവ്യൂ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഞങ്ങളുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രായേലിനെ അംഗീകരിക്കുന്ന ഒരു കരാറിലും പാകിസ്ഥാൻ ഒപ്പിടില്ല. അത് ഞങ്ങൾക്ക് ഒട്ടും സ്വീകാര്യമല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഒരു ദിവസം പോലും വാക്ക് പാലിക്കാത്ത ഇസ്രായേലുമായിട്ട് ഞങ്ങൾ എങ്ങനെ ചർച്ചയ്ക്കിരിക്കും? ഞങ്ങളുടെ പാസ്പോർട്ടിൽ ഇസ്രായേലിലേക്ക് പോകാൻ അനുമതിയില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഇസ്രായേലാണ്. ഈ നിർദ്ദേശം പാകിസ്ഥാൻ ഒരിക്കലും അംഗീകരിക്കാനാകില്ല. പാക് വിദേശകാര്യ മന്ത്രാലയവും ഇത് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതോടെ US സെനറ്റർ ലിൻസി ഗ്രാം പാകിസ്ഥാനെതിരെ കടുത്ത ഭാഷയിൽ രംഗത്തെത്തി. ഇസ്രായേലിനോട് ഇത്രയും കടുത്ത ശത്രുതയുള്ള പാകിസ്ഥാൻ എങ്ങനെയാണ് ഒരു നിഷ്പക്ഷ മധ്യസ്ഥനാവുക? അത് പ്രോബ്ലമാറ്റിക് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല US ഇറാൻ യുദ്ധത്തിനിടയിൽ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമതാവളങ്ങൾ ഇറാൻ മിലിറ്ററിക്ക് ഉപയോഗിക്കാൻ നൽകി എന്ന ചില രഹസ്യ റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇത് സത്യമാണെങ്കിൽ പാകിസ്ഥാന്റെ മീഡിയേറ്റർ റോൾ തന്നെ US റദ്ദാക്കിയേക്കും. പണ്ടൊരിക്കൽ ഇമ്രാൻഖാനും ഇത് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പണവും സഹായവും വേണമെങ്കിൽ നാട്ടിലെ കടുത്ത ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ എതിർപ്പ് ഭയന്ന് ഇസ്രായേലിനെ അംഗീകരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. മറ്റൊരു കാര്യം, ഈ ഏബ്രഹാം അക്കോർഡ്സ് ചർച്ചകൾക്കായിട്ട് ട്രംപ് പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അല്ല, മറിച്ച് പാക് ആർമി ചീഫായ ജനറൽ അസീം മുനീറിനെയാണ് നേരിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ പാടെ അവഗണിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഈ ഒരു നീക്കം പാകിസ്ഥാന്റെ യഥാർത്ഥ പവർ സെന്റർ മിലിറ്ററി തന്നെയാണ് എന്ന് ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി അടിവരയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ട്രംപിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ്: ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ക്രെഡിറ്റ് എടുക്കുക, ഒപ്പം ഇസ്രായേലിനെ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരാക്കി മാറ്റുക. ഇതിനായിട്ട് അദ്ദേഹം മുസ്ലിം രാജ്യങ്ങൾക്ക് മേൽ കടുത്ത സാമ്പത്തിക രാഷ്ട്രീയ സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. എന്നാൽ സ്വന്തം നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ ഭയന്ന് പല മുസ്ലിം രാജ്യങ്ങളും ഇതിൽ നിന്ന് എങ്ങനെ വഴുതി മാറുമെന്ന് ചിന്തിക്കുകയാണ്. മനുഷ്യൻ ചന്ദ്രനിൽ വെറുതെ പോയിട്ട് ലാൻഡ് ചെയ്ത് പരീക്ഷണങ്ങൾ നടത്തി തിരിച്ചു വരുന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇനി ചന്ദ്രനിൽ നമ്മൾ സ്ഥിരമായിട്ടൊരു നഗരം പണിയാൻ പോവുകയാണ്.
അതെ, അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ തങ്ങളുടെ ഏറ്റവും പുതിയ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചിലവേറിയ ബഹിരാകാശ പദ്ധതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നാസ മൂൺ ബേസ്. $20 ബില്യൺ ചിലവഴിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ 100 കണക്കിന് ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള ഒരു വമ്പൻ ബേസ് ആണ് നാസ ലക്ഷ്യമിടുന്നത്. നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ജേറഡ് എക്സ്മാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ ചന്ദ്രനിൽ സ്ഥിരമായ ഒരു സാന്നിധ്യം ഉറപ്പിക്കാൻ പോവുകയാണ്. ഇനി അത് ആർക്കും വിട്ടുതരില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നാഷണൽ സ്പേസ് പോളിസിയുടെ ഭാഗമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഈ ഒരു മാസ്റ്റർ പ്ലാൻ എന്താണ്? എപ്പോഴാണ് ചന്ദ്രനിൽ മനുഷ്യർ താമസം തുടങ്ങുന്നത്? ഇതിന് പിന്നിലെ 3 ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. നാസ ഈ മൂൺ ബേസ് പണിയാൻ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവം അഥവാ സൗത്ത് പോൾ തിരഞ്ഞെടുക്കാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. ചന്ദ്രനിലെ മറ്റേത് സ്ഥലത്തേക്കാളും കൂടുതൽ സമയം സൂര്യപ്രകാശം ലഭിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഇത് സോളാർ പാനലുകൾ വഴി തുടർച്ചയായിട്ട് പവർ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും. അതിലും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇവിടുത്തെ ആഴമേറിയ ക്രേറ്ററുകളിൽ കോടിക്കണക്കിന് ടൺ ഐസ് വാട്ടർ ഒളിഞ്ഞുകിടപ്പുണ്ട്. ചന്ദ്രനിൽ ജീവിക്കാൻ പോകുന്ന മനുഷ്യർക്ക് കുടിക്കാനും അതിൽ നിന്ന് ഓക്സിജൻ വേർതിരിച്ചെടുക്കാനും ഭാവിയിൽ ചൊവ്വയിലേക്ക്, അതായത് മാർസിലേക്ക് പോകുന്ന റോക്കറ്റുകൾക്ക് ഹൈഡ്രജൻ ഇന്ധനം ഉണ്ടാക്കാനും ഈ വെള്ളം ഉപയോഗിക്കാം. അതായത് ചൊവ്വയിലേക്കുള്ള ഒരു സ്റ്റേജിംഗ് ഗ്രൗണ്ട് കൂടിയാണ് ഈ ഒരു മൂൺ ബേസ് എന്ന് പറയുന്നത്. നാസ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ നീക്കുന്നത്. ഈ 2026 അവസാനത്തോടെ തന്നെ ആദ്യത്തെ 3 റോബോട്ടിക് മിഷനുകൾ മൂൺ ബേസ് 1, 2, 3 ലോഞ്ച് ചെയ്യും. ഇതിൽ ആദ്യത്തേത് ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ ബ്ലൂ മൂൺ ലാൻഡർ ഉപയോഗിച്ചിട്ടാണ് നടത്തുന്നത്. ചരിത്രത്തിലെ ആദ്യത്തെ ഫുള്ളി പ്രൈവറ്റ് ഫണ്ടഡ് ലാൻഡർ മിഷൻ ആയിരിക്കും ഇത്. ചന്ദ്രനിലെ മണ്ണും റോക്കറ്റ് ത്രസ്റ്ററുകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനം പഠിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഒപ്പം ആസ്ട്രോ ലാബ്, ലൂണാർ ഔട്ട്പോസ്റ്റ് എന്നീ കമ്പനികൾ നാസയ്ക്ക് വേണ്ടി പ്രത്യേക ലൂണാർ ടെറൈൻ വെഹിക്കിൾസ്, അതായത് റോവേഴ്സ്, അതുപോലെ ഡ്രോണുകളും നിർമ്മിക്കുന്നുണ്ട്. അടുത്തിടെ വിജയകരമായിട്ട് പൂർത്തിയായ ആർട്ടിമിസ് 2 മിഷനാണ് ഈ പ്രൊജക്ടിന് വമ്പൻ കോൺഫിഡൻസ് നൽകിയത്. ഈ ആദ്യത്തെ ഘട്ടത്തിൽ 25 ലോഞ്ചുകളും 21 ലാൻഡിങ്ങുകളും വഴി 4 മെട്രിക് ടൺ കാർഗോ ചന്ദ്രനിൽ എത്തിക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം ട്രംപ് പടിയിറങ്ങുന്ന 2028 മുൻപ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ ഇറക്കുക എന്നതാണ്. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാം. ഫേസ് 2 ആണ്. 2029 മുതൽ 2032 വരെയാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. ചന്ദ്രനിൽ സെമി പെർമനന്റ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിച്ചു തുടങ്ങും. ചന്ദ്രനിലെ അതികഠിനമായ തണുപ്പുള്ള രാത്രികളെ അതിജീവിക്കാൻ നാസ അവിടെ കൊണ്ടുപോകുന്നത് എന്താണെന്നറിയാമോ? ഫിഷൻ സർഫസ് പവർ സിസ്റ്റംസ്, ഫിഷൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് എന്ന് പറയും. അതെ, ചെറിയ ചെറിയ ആണവ നിലയങ്ങൾ ചന്ദ്രനിൽ സ്ഥാപിക്കും. ഈ ഘട്ടത്തിൽ ഏകദേശം 60 ടൺ കാർഗോ ചന്ദ്രനിൽ എത്തിക്കും. പ്രഷറൈസ്ഡ് റോവറുകളിൽ ഇരുന്ന് ബഹിരാകാശ യാത്രികർക്ക് സ്പേസ് സ്യൂട്ട് ഇല്ലാതെ തന്നെ ചന്ദ്രനിൽ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യാം. ഇനി തുടർന്ന് ഫേസ് 3 വരുന്നു. 2032 അതിനുശേഷവുമാണ് ഈ ഒരു ഫേസ് എന്ന് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും കാര്യങ്ങൾ അടുത്ത ലെവലിലേക്കാണ് മാറാൻ പോകുന്നത്. ചന്ദ്രനിൽ സ്ഥിരമായ ഹാബിറ്റാറ്റുകൾ അഥവാ വലിയ വീടുകൾ പണിയും. ശാസ്ത്രജ്ഞർ അവിടെ മാസങ്ങളോളം താമസിച്ച് ജോലി ചെയ്യും. റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പുതിയ ക്രൂ മെമ്പേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. വർഷത്തിൽ 38 ടൺ കാർഗോ വീതം ചന്ദ്രനിലേക്ക് അയക്കുന്ന ഒരു വലിയ ലൂണാർ ഇക്കണോമി തന്നെ ഇതിലൂടെ വികസിക്കുമെന്നാണ് നാസ കരുതുന്നത്. ശരിക്കും ഇതെല്ലാം കേൾക്കാൻ നല്ല രസമുണ്ട്, അല്ലെങ്കിൽ ഈസിയാണെന്ന് തോന്നാം. പക്ഷേ ഇതിന് പിന്നിൽ വലിയ വലിയ വെല്ലുവിളികളുമുണ്ട്. നാസയുടെ ഈ ഒരു ടൈം ലൈൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണെന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം മുൻപ് 2024 മനുഷ്യനെ ഇറക്കാമെന്നായിരുന്നു നാസ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത് 2028 നീണ്ടുപോയി. എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ് റെഡിയാകാൻ വൈകുന്നതും ആക്സിയം സ്പേസിന്റെ പുതിയ സ്പേസ് സ്യൂട്ടുകൾ വൈകുന്നതുമെല്ലാം നാസയ്ക്ക് തലവേദനയാണ്. ഇതിനെല്ലാം പുറമെ ചൈനയും തങ്ങളുടെ സ്വന്തം ലൂണാർ പ്രോഗ്രാമുമായിട്ട് ചന്ദ്രന്റെ സൗത്ത് പോൾ ലക്ഷ്യമാക്കി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രനിലെ ഈ ഒരു വമ്പൻ ലൊക്കേഷൻ ആദ്യം ആര് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ US-ഉം ചൈനയും തമ്മിൽ ഒരു സ്പേസ് റേസ് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ വരും വർഷങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ സുവർണ കാലഘട്ടമാണ്. ചന്ദ്രനിലെ ഈ 100 കണക്കിന് ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള സ്പേസ് സിറ്റി നാസ യാഥാർത്ഥ്യമാക്കുമോ? ലോകം ഉറ്റുനോക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് ജിയോ പൊളിറ്റിക്സ് എപ്പോഴും പ്രവചനാതീതമായ സങ്കീർണതകളാൽ നിറഞ്ഞതാണ്. അവിടെ ശത്രുവിന്റെ ശത്രു മിത്രമാകുന്നതും പുതിയ ലക്ഷ്യങ്ങൾക്കായിട്ട് പഴയ ശത്രുക്കൾ കൈകോർക്കുന്നതുമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഈ നിഴൽ യുദ്ധങ്ങളുടെ ഏറ്റവും ക്രൂരവും അപകടകരവുമായ മുഖമാണ് തുറന്നു കാട്ടുന്നത്. ആഗോള ഭീകരതയുടെ പ്രതീകമായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഐസിസ് ഭീകരരെ ഇറാനിനെതിരെയുള്ള പോരാട്ടത്തിൽ തങ്ങളുടെ കരുക്കളാക്കാൻ പാശ്ചാത്യ ശക്തികൾ നീക്കം നടത്തുന്നുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. റഷ്യൻ സുരക്ഷാ ഏജൻസിയായ FSBയുടെ മേധാവി അലക്സാണ്ടർ ബോർണിക്കോവാണ് ഈ ഒരു അതീവ ഗുരുതരമായ ആരോപണം ഔദ്യോഗികമായിട്ട് ഉന്നയിച്ചിരിക്കുന്നത്.
സിറിയയിലെ വിവിധ തടവറകളിൽ അതീവ സുരക്ഷയിൽ കഴിഞ്ഞിരുന്ന ഐസിസ് ഭീകരരെ ദുരൂഹ സാഹചര്യത്തിൽ കൂട്ടത്തോടെ തുറന്നുവിട്ട് അവരെ ഇറാഖിലെ രഹസ്യ താവളങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റഷ്യൻ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നത്. ലോകം സമാധാനത്തിലേക്ക് നീങ്ങുകയാണെന്ന വ്യാജ പ്രതീതികൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിനെ വീണ്ടും ഒരു വലിയ ചോരപ്പുഴയിലേക്ക് തള്ളിവിടാൻ പോകുന്ന ഈ ഒരു അണിയറ നീക്കങ്ങൾക്ക് പിന്നിലെ കളി എന്താണ് പരിശോധിക്കാം. റഷ്യൻ ഔദ്യോഗിക മാധ്യമമായ ആർച്ചിയും പലസ്തീൻ ക്രോണിക്കിളും പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് സിറിയയിൽ കുർദിഷ് സേനകളുടെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും തടവിലായിരുന്ന കടുത്ത ഐസിസ് ഭീകരരെയാണ് ഇപ്പോൾ തന്ത്രപൂർവ്വം മോചിപ്പിച്ചിരിക്കുന്നത്. ഇവരെ ഇറാഖ് അതിർത്തിയോട് ചേർന്നുള്ള പ്രത്യേക ക്യാമ്പുകളിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് അവർക്ക് ആധുനിക ആയുധങ്ങളും വൻതോതിൽ ഫണ്ടും നൽകി പുനഃസംഘടിപ്പിക്കുകയുമാണ് പാശ്ചാത്യ ചാര സംഘടനകളുടെ ലക്ഷ്യം. അമേരിക്കയും ഇസ്രായേലും ഇറാനുമായിട്ട് നേരിട്ടും അല്ലാതെയും നടത്തുന്ന കടുത്ത യുദ്ധസമാനമായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കമെന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാനിലേക്ക് നേരിട്ടൊരു സൈനിക അധിനിവേശം നടത്തുക എന്നത് പാശ്ചാത്യ ശക്തികൾക്ക് വലിയ സാമ്പത്തിക സൈനിക ബാധ്യതകൾ വരുത്തിവെക്കും. അതിന് പകരമായിട്ട് ഇറാന്റെ ഉള്ളിലേക്ക് ഈ ഭീകരരെ കടത്തിവിട്ട് വലിയ തോതിലുള്ള അട്ടിമറി പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും നടത്തി രാജ്യത്തെ അകത്ത് നിന്ന് തകർക്കുകയാണ് ഈ തന്ത്രത്തിന് പിന്നിലെ ബുദ്ധി. ഒരു പരമാധികാര രാജ്യത്തെ തകർക്കാനായിട്ട് ആഗോള ഭീകര സംഘടനകളെ ഒരു പ്രോക്സി അല്ലെങ്കിൽ ഒരു പകരക്കാരായ സൈന്യമായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ആധുനിക നയതന്ത്രത്തിലെ ഏറ്റവും വലിയ ചതിക്കുഴികളിൽ ഒന്നാണ്. റഷ്യൻ സുരക്ഷാ മേധാവി അലക്സാണ്ടർ ബോഡ്നിക്കോവ് റഷ്യയിലെ ഇർകുത്സ്ക് മേഖലയിൽ നടന്ന 9 മധ്യേഷ്യൻ രാജ്യങ്ങളുടെ സുരക്ഷാ മേധാവിമാരുടെ കൌൺസിൽ യോഗത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. തന്റെ പ്രസംഗത്തിൽ വളരെ നിർണായകമായ ഒരു ചരിത്ര സത്യം അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഭീകര സംഘടനയുടെ ചരിത്രം തന്നെ ആരംഭിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഇറാഖിൽ അമേരിക്കൻ സഖ്യകക്ഷികളുടെ സംരക്ഷണത്തിലുണ്ടായിരുന്ന ക്യാമ്പ്, ബുക്ക പോലെയുള്ള ജയിൽ സമുച്ചയങ്ങളിൽ നിന്നായിരുന്നു. അന്ന് ഇറാഖ് അധിനിവേശ കാലത്ത് പിടിക്കപ്പെട്ട തീവ്രവാദികൾ പാശ്ചാത്യരുടെ തടവറകളിൽ കിടന്നാണ് പരസ്പരം ബന്ധപ്പെടുകയും IS എന്ന ക്രൂരമായ സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തത്. ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ്. അന്ന് ഇറാഖിലെ ജയിലുകളിൽ സംഭവിച്ച അതേ കാര്യങ്ങളാണ് ഇന്ന് സിറിയൻ തടവറകളിലും സംഭവിക്കുന്നത്. മുൻപ് റഷ്യയുടെയും ഇറാന്റെയും ശക്തമായ സൈനിക ഇടപെടലുകളെ തുടർന്നാണ് ISനെ ഒരു പരിധിവരെ അടിച്ചമർത്താൻ സാധിച്ചത്. എന്നാൽ നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവസ്ഥ മുതലെടുത്ത് ഈ ഒരു ഭീകരരെ വീണ്ടും ആയുധമണിയിക്കുകയാണ് പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു നീക്കം കേവലം ഇറാന്റെ മാത്രം സുരക്ഷയെ ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് റഷ്യ ഉൾപ്പെടുന്ന കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സ് CIS രാജ്യങ്ങളെ ആകെ ബാധിക്കുന്ന വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് എന്നാണ് FSB മുന്നറിയിപ്പ് നൽകുന്നത്. അർമേനിയ, അസർബൈജാൻ, ബെലാറൂസ്, കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങിയ 9ഓളം രാജ്യങ്ങളുടെ മേധാവിമാർ ഇർകുത്സ്കിൽ ഒത്തുകൂടിയത് ഈ വലിയ അപകടത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. അതിന് കാരണം സിറിയൻ ജയിലുകളിൽ കഴിയുന്ന ഭീകരരിൽ ഭൂരിഭാഗവും ഈ മധ്യേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മുൻപ് ISൽ ചേരാൻ പോയവരാണ്. ഇവരെ ഇപ്പോൾ മോചിപ്പിച്ച് ആയുധം നൽകി ഇറാനെതിരെ ഉപയോഗിക്കുമ്പോൾ അവർ ഭാവിയിൽ തങ്ങളുടെ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയെത്തി അവിടെയും വലിയ തോതിൽ തീവ്രവാദം പടർത്താൻ സാധ്യതയുണ്ട്. ഇതൊടുവിൽ ഇസ്ലാമിക ലോകത്തെ ആകെ അസ്ഥിരതപ്പെടുത്തുമെന്നും ലോകമെമ്പാടുമുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പുതിയ ഊർജ്ജം നൽകുമെന്നും റഷ്യൻ ഇന്റലിജൻസ് വ്യക്തമാക്കുന്നു. ഏറ്റവും വലിയ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അണിയറ നീക്കങ്ങൾ നടക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ ഖത്തറിന്റെ മധ്യസ്ഥതയിൽ പരോക്ഷമായ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന വേളയിലാണ്. ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാഖ്ചിയും പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫും ദോഹയിലെത്തി ചർച്ചകൾ നടത്തി വരികയാണ്. എന്നാൽ ഈ ചർച്ചകളിൽ വലിയൊരു പുരോഗതി ആരും പ്രതീക്ഷിക്കുന്നില്ല. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കിയത് വാഷിംഗ്ടൺ നയതന്ത്രത്തിന് ഒരു അവസരം നൽകാൻ തയ്യാറാണെങ്കിലും അത് പരാജയപ്പെട്ടാൽ ഇറാനെ മറ്റൊരു രീതിയിൽ നേരിടാൻ മടിക്കില്ല എന്നാണ്. ഈ ഒരു മറ്റൊരു രീതി എന്നത് സൈനിക ആക്രമണമല്ല, മറിച്ച് IS ഭീകരരെ ഉപയോഗിച്ചുള്ള ഈ നിഴൽ യുദ്ധമാണ് എന്നാണ് റഷ്യൻ വെളിപ്പെടുത്തലുകൾ അടിവരയിടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും വക്താവ് ഇസ്മായിൽ ബഗായി വ്യക്തമാക്കിയത് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരു കരാറിലെത്താൻ സമയമെടുക്കുമെന്നാണ്. ഈ ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ ഇറാന്റെ തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾക്ക് അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറുപടിയായിട്ട് ആഗോള അസംസ്കൃത എണ്ണ വ്യാപാരത്തിന്റെ 4/1 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള പാശ്ചാത്യ കപ്പലുകളുടെ യാത്ര തടഞ്ഞുകൊണ്ട് ഇറാനും തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ഭീകരതയ്ക്കെതിരായ ആഗോള പോരാട്ടം എന്ന പാശ്ചാത്യ ശക്തികളുടെ പ്രഖ്യാപനങ്ങളുടെ പൊള്ളത്തരമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ പുറത്താകുന്നത്. തങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും എതിരാളികളായ രാജ്യങ്ങളെ തകർക്കാനും ലോകത്തെ ഏറ്റവും ക്രൂരമായ മനുഷ്യരെ പോലും സഹായിക്കാൻ വൻ ശക്തികൾ മടിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം അതീവ ആശങ്കാജനകമാണ്. IS പോലുള്ള ഒരു ഭീകര സംഘടനയെ ഒരിക്കൽ വളർത്തിവിട്ടാൽ പിന്നീട് അവരെ നിയന്ത്രിക്കുക എന്നത് ആർക്കും സാധ്യമാകില്ല എന്ന് മുൻകാല ചരിത്രങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇറാന്റെ അതിർത്തികൾ
അതിർത്തികളിൽ ഉണ്ടാകാൻ പോകുന്ന ചലനങ്ങളും റഷ്യയും മധ്യേഷ്യൻ രാജ്യങ്ങളും കൈകൊള്ളുന്ന പ്രതിരോധ നടപടികളും ഈ ആഗോള ചതുരംഗ കളിയുടെ ഗതി നിർണ്ണയിക്കും. ഫ്രൂട്ട്സിലെ, അതായത് പഴങ്ങളിലെ രാജാവ് എന്നാണ് ഇന്ത്യൻ മാമ്പഴങ്ങളെ വിളിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അൽഫോൻസോ, കേസർ തുടങ്ങിയ പ്രീമിയം ഇനങ്ങൾക്കെല്ലാം ലോകമെമ്പാടും വമ്പൻ ഡിമാൻഡുമാണ്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ മാമ്പഴ പ്രേമികളെയും നമ്മുടെ കർഷകരെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് വിദേശത്തു നിന്ന് വരുന്നത്. സാങ്കേതികവും അതുപോലെ ഗുണനിലവാരത്തിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജപ്പാൻ ഗവൺമെന്റ് ഇന്ത്യൻ മാമ്പഴങ്ങളുടെ ഇറക്കുമതി ഈ സീസണിൽ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. അതെ, ജപ്പാന്റെ മണ്ണിൽ ഇനി ഈ വർഷം ഇന്ത്യൻ മാമ്പഴങ്ങൾ എത്തില്ല. ജപ്പാന്റെ അഗ്രികൾച്ചറൽ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഈ ഒരു വിലക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്മുടെ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റികളിൽ ജപ്പാൻ കണ്ടെത്തിയ ആ വലിയ തകരാർ എന്താണ്? എന്തുകൊണ്ടാണ് ഒരു പാക്ക് ഹൗസിന്റെ പിഴവ് കാരണം ഇന്ത്യയിൽ ആകെ ഒരു ബ്ലാങ്കറ്റ് ബാൻ ജപ്പാൻ കൊണ്ടുവന്നത്? ഇതിലൂടെ നമ്മുടെ കർഷകർക്കും എക്സ്പോർട്ടേഴ്സിനും എത്ര കോടികളുടെയൊക്കെയാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത്? പരിശോധിക്കാം. ജപ്പാൻ എപ്പോഴും ക്വാളിറ്റിയുടെ കാര്യത്തിൽ, അതായത് ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രാജ്യമാണ്. ജപ്പാന്റെ യോക്കോഹാമ പ്ലാന്റ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ ഇന്ത്യയിലെ ചില പ്രമുഖ മാമ്പഴ പാക്കിംഗ് ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ നേരിട്ട് പരിശോധന നടത്തിയിരുന്നു. ഈ ഇൻസ്പെക്ഷനിലാണ് അവർ ഗുരുതരമായ ചില പിഴവുകൾ കണ്ടെത്തിയത്. പ്രധാനമായും മാമ്പഴങ്ങളിലെ കീടങ്ങളെയും അവയുടെ മുട്ടകളെയും നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഫ്യൂമിഗേഷൻ പ്രക്രിയയിലും വേപ്പർ ഹീറ്റ് ട്രീറ്റ്മെന്റ് VHT അതിലും കടുത്ത അനാസ്ഥയും പോരായ്മകളും ഉള്ളതായിട്ടാണ് ജാപ്പനീസ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. ഫ്രൂട്ട് ഫ്ലൈസ് അഥവാ പഴ ഈച്ചകളുടെ സാന്നിധ്യം ജപ്പാനിലെ കൃഷിയെ ബാധിക്കുമെന്ന ഭയമാണ് അവർക്കുള്ളത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 25-ന് ശേഷം ഇന്ത്യയിൽ നിന്ന് നൽകിയ ക്വാറന്റൈൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ജപ്പാൻ തള്ളിക്കളഞ്ഞു. ചില പ്രത്യേക സെന്ററുകളിലെ പിഴവ് കാരണം ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ മാമ്പഴ കയറ്റുമതിക്കും ജപ്പാൻ താൽക്കാലികമായി താഴ്വീഴ്ത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇതിന്റെ സാങ്കേതിക വശം മനസ്സിലാക്കേണ്ടത്. അമേരിക്കയിലേക്ക് മാമ്പഴം കയറ്റി അയക്കാൻ നമ്മൾ ഇറേഡിയേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ജപ്പാൻ ആവശ്യപ്പെടുന്നത് കെമിക്കലുകൾ ഇല്ലാതെ വേപ്പർ ഹീറ്റ് ട്രീറ്റ്മെന്റ് VHT ഇതാണ്. ഈ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ ജപ്പാന്റെ ക്വാറന്റൈൻ ഇൻസ്പെക്ടേഴ്സ് നേരിട്ട് ഇന്ത്യയിലെ ഫെസിലിറ്റിയിൽ വന്ന് കൺമുന്നിൽ കണ്ടുവേണം ഇത് അപ്രൂവ് ചെയ്യാനായിട്ടും. ഇത്തരം ഇൻസ്പെക്ടേഴ്സിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ മാസങ്ങൾക്ക് മുൻപ്, അതായത് ഒക്ടോബർ മാസത്തിൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ചില ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ചകൾ കാരണം കൃത്യസമയത്ത് ഇത് നടന്നില്ല. അങ്ങനെ ഏപ്രിൽ ജൂൺ മാസങ്ങളിലെ ആ വമ്പൻ എക്സ്പോർട്ട് വിൻഡോ ഇത്തവണ പൂർണ്ണമായി അടഞ്ഞുപോയി എന്ന് പറയണം. ഈ നിരോധനം ഇന്ത്യൻ മാമ്പഴ വ്യവസായത്തിന്, പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലുള്ള അൽഫോൻസോ കർഷകർക്കും ഗുജറാത്തിലെ കേസർ കർഷകർക്കും വലിയൊരു ഇടിവാണ് സമ്മാനിച്ചിരിക്കുന്നത്. കാരണം ഈ വർഷം കടുത്ത വേനലിലും കഠിനമായ കാലാവസ്ഥാ വ്യതിയാനത്തിലും ഇത് കാരണം മാമ്പഴ ഉൽപാദനം പൊതുവെ വളരെ കുറവായിരുന്നു. വിളവെടുപ്പ് കുറഞ്ഞതുമൂലം കർഷകർ ഇതിനകം തന്നെ കടുത്ത പ്രതിസന്ധിയിലായിരുന്നു. ഇതിന് പുറമെയാണ് അന്താരാഷ്ട്ര തലത്തിൽ വിമാനക്കൂലി അഥവാ ഫ്ലൈറ്റ് കോസ്റ്റ് കുത്തനെ കൂടിയത്. ഇത്രയും വലിയ സാമ്പത്തിക ഭാരം ചുമന്ന് മാമ്പഴം കയറ്റി അയക്കാൻ നിന്ന എക്സ്പോർട്ടേഴ്സിന്റെ തലയിലേക്കാണ് ഇങ്ങനെയൊരു ജപ്പാന്റെ ഈ ഒരു വമ്പൻ നിരോധനം ഒരു ഇടുത്തി പോലെ വന്ന് വീണത് എന്ന് പറയണം. ജപ്പാനിലേക്ക് സാധാരണയായി പ്രതിവർഷം ലക്ഷക്കണക്കിന് ഡോളർ മൂല്യമുള്ള പ്രീമിയം മാമ്പഴങ്ങളാണ് കയറി പോകാറുണ്ടായിരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ 1986 മുതൽ 2006 വരെ നീണ്ട 20 വർഷം ജപ്പാൻ ഇന്ത്യൻ മാമ്പഴങ്ങൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരുന്നതാണ്. പിന്നീട് 2006 ജൂണിലാണ് കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് ഈ ഒരു നിരോധനം മാറ്റിയത്. 2011-12 കാലഘട്ടത്തിൽ നമ്മൾ റെക്കോർഡ് തുകയ്ക്കാണ് ജപ്പാനിലേക്ക് മാമ്പഴം കയറ്റി അയച്ചത്. എന്നാൽ ഇപ്പോൾ നമ്മൾ തോറ്റുപോകുന്നത് മാമ്പഴത്തിന്റെ ഗുണനിലവാരം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ സിസ്റ്റത്തിന്റെ പരാജയം കൊണ്ടാണ്. നിലവിൽ ജപ്പാന്റെ മാമ്പഴ മാർക്കറ്റിന്റെ 70% കൈക്കലാക്കി വെച്ചിരിക്കുന്നത് മെക്സിക്കോ, തായ്വൻ എന്നീ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലൊന്നും നമ്മുടെ അൽഫോൻസോയുടെയോ അല്ലെങ്കിൽ കേസറിന്റെയോ അത്രയും മികച്ച സ്വാദുള്ള GI ടാഗ് മാമ്പഴങ്ങൾ ഉണ്ടാകുന്നില്ല. എന്നിട്ടും കൃത്യമായ ഇൻഫ്രാസ്ട്രക്ചറും ക്വാളിറ്റി ചെക്കിങ്ങും ഉള്ളതുകൊണ്ട് അവർ മാർക്കറ്റ് ഭരിക്കുന്നു, നമ്മൾ പുറത്തിരിക്കുന്നു. ഇനി കാര്യങ്ങൾ ശരിക്കും വ്യക്തമാണ്. ഇന്ത്യൻ പ്ലാന്റ് ക്വാറന്റൈൻ അതോറിറ്റി ജപ്പാന്റെ ഡിമാൻഡ് അനുസരിച്ചുള്ള ഒരു പുതിയ തെറ്റുകുറ്റമില്ലാത്ത ആക്ഷൻ പ്ലാൻ സമർപ്പിക്കുന്നത് വരെ ഈ വിലക്ക് തുടരും. നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ എത്ര വലിയ സാമ്പത്തിക നഷ്ടമാണ് രാജ്യത്തിന് വരുത്തി വെക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ഗവൺമെന്റ് ഇടപെട്ട് ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ലോകത്ത് ഒരു വശത്ത് രാഷ്ട്രീയ പോരാട്ടങ്ങളും യുദ്ധഭീഷണികളും ട്രേഡ് ബാനുകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും മറുവശത്ത് മനുഷ്യൻ ചന്ദ്രനിൽ സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുന്ന തരത്തിലുള്ള വലിയ ശാസ്ത്ര മുന്നേറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്. പ്രതിസന്ധികൾ എന്തുതന്നെയായാലും കൃത്യമായ പ്ലാനിങ്ങിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിന്റെ തെളിവുകളാണിത്. നമ്മുടെ മാമ്പഴ കയറ്റുമതിയിലെ പ്രശ്നങ്ങളും മിഡിൽ ഈസ്റ്റിലെ തർക്കങ്ങളും നയതന്ത്ര ചർച്ചകളിലൂടെ എത്രയും വേഗം പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഗുഡ് നൈറ്റ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.